ഹായ് ഓൾ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ഡസ് നോട്ട് ഹാവ് എനി ആംഗിൾ ലെസ് ദാൻ. അതായത് ഒരു നല്ല ട്രയാങ്കിൾ, ഒരു വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ അതിൻ്റെ ആംഗിൾ ഏത് ആംഗിളിനെക്കാട്ടി കുറയാൻ പാടില്ല എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 20 ഡിഗ്രി, ഓപ്ഷൻ സി 60 ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി 90 ഡിഗ്രി. സോ ഇതിൻ്റെ അതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ഒരു ട്രയാങ്കിളിൽ 3 സൈഡും അല്ലെങ്കിൽ 3 ആംഗിളും 60 ഡിഗ്രി വരുമ്പോഴാണ് അതിനെ നമ്മുടെ ബെസ്റ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് നമ്മൾ വിളിക്കാം. ഇനി നമ്മൾ ഈ ട്രയാങ്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ പോലും അതിൻ്റെ ആംഗിൾ ലെസ് ദാൻ എത്ര വരാൻ പാടില്ല? 30 വരാനായിട്ട് പാടില്ല. ലെസ് ദാൻ 30 വരാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ആംഗിളും എന്താവാൻ പാടില്ല? ഗ്രേറ്റർ ദാൻ 120 ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു ആംഗിളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. 120യെക്കാട്ടിൽ കൂടുതലും വരാൻ പാടില്ല, 30നെക്കാട്ടിൽ കുറയാനും പാടില്ല. ഇതിനിടയ്ക്ക് ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസ് മാത്രമേ നമുക്ക് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ബെസ്റ്റ് കണ്ടീഷൻഡ് ആണ്. ബാക്കി വെൽ കണ്ടീഷൻഡ് വരണമെന്നുണ്ടെങ്കിൽ 30ക്കും 120ക്കും ഇടയിലായിരിക്കണം ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ എനി കേസ് ഡസ് നോട്ട് ലെസ് ദാൻ എത്രയാണ്? 30 ഡിഗ്രിയാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: an imaginary line joining the points of equal elevation on the surface of the earth represent. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നമ്മൾ വരയ്ക്കുന്ന ഈക്വൽ എലിവേഷനുള്ള പോയിന്റ്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ എന്താ വിളിക്കുക? ഓപ്ഷൻ എ ലെവൽ ലൈൻ, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ ലൈൻ, ഓപ്ഷൻ സി കോണ്ടൂർ സർഫസ്, ഓപ്ഷൻ ഡി കോണ്ടൂർ ലൈൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ലൈനിനെ കുറിച്ചാണ്. ഈക്വൽ എലിവേഷൻ വരുന്ന ലൈൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് ലൈനാണ്? കോണ്ടൂർ ലൈനാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കോണ്ടൂർ ലൈനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ദ സീറോ ഓഫ് ദി ഗ്രാജുവേറ്റഡ് സർക്കിൾ ഓഫ് എ പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പ്രിസ്മാറ്റിക് കോമ്പാസിലെ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിസ്മാറ്റിക് കോമ്പാസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ 0 ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എപ്പോഴും എവിടെയായിരിക്കും? ഇത് നോർത്ത് എൻഡ്, ഇത് സൗത്ത് എൻഡ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും 0 ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നത്. സൗത്ത് എൻഡിലാണ് 0 ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നത്. എവിടെ? പ്രിസ്മാറ്റിക് കോമ്പസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി: എ ക്ലിനോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ. ക്ലിനോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സെറ്റ് ഔട്ട് എ റൈറ്റ് ആംഗിൾ, മെഷറിംഗ് വോളിയം, മെഷറിംഗ് ആംഗിൾ ഓഫ് സ്ലോപ്പ്, കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ക്ലിനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഹാൻഡി എക്യുപ്മെൻ്റ് ആണ്. നമുക്ക് സ്ലോപ്പൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ക്ലിനോമീറ്റർ. സോ അതിൻ്റെ ആൻസർ ഏതാണ്? മെഷറിംഗ് ആംഗിൾ ഓഫ് സ്ലോപ്പ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: ദ മെത്തേഡ് ഓഫ് സർവേയിങ് ഇൻ വിച്ച് ദ ഫീൽഡ് വർക്ക് ആൻഡ് പ്ലോട്ടിംഗ് വർക്ക് ആർ ഡൺ സൈമൾട്ടേനിയസ്ലി ഈസ് കോൾഡ്. ഓപ്ഷൻ എ പ്ലെയിൻ ടേബിൾ സർവേ, ഓപ്ഷൻ ബി കോമ്പസ് സർവേ, ഓപ്ഷൻ സി ചെയിൻ സർവേ, ഓപ്ഷൻ ഡി ലെവലിംഗ്. അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സർവേയിൽ നമ്മുടെ ഫീൽഡ് വർക്കും അതുപോലെ തന്നെ പ്ലോട്ടിങ്ങും ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സർവേയിലാണെന്നാണ് ചോദ്യം. ഏതാണ്? നമ്മൾ ഫീൽഡിൽ പോയിട്ട് അപ്പം തന്നെ പ്ലോട്ട് ചെയ്തെടുക്കുന്ന ഏത് മെത്തേഡിലാണ്? നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയിലാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്ലെയിൻ ടേബിൾ സർവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: പാൻറ്റാഗ്രാഫ് ഈസ് യൂസ്ഡ് ഫോർ. പാൻറ്റാഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മെഷറിംഗ് ഡിസ്റ്റൻസ്, മെഷറിംഗ് ഏരിയാസ്, ഓപ്ഷൻ സി സെറ്റിംഗ് ഔട്ട് റൈറ്റ് ആംഗിൾസ്, ഓപ്ഷൻ ഡി എൻലാർജിങ് ഓർ റെഡ്യൂസിങ് പ്ലാൻസ്. അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്ലാൻ കയ്യിലുണ്ടെങ്കിൽ ആ പ്ലാനിൻ്റെ സ്കെയില് അല്ലെങ്കിൽ ആ പ്ലാൻ എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാൻറ്റാഗ്രാഫ് നമുക്ക് യൂസ് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, എൻലാർജിങ് ഓർ റെഡ്യൂസിങ് പ്ലാൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ പ്ലെയിൻ ലാമിന വിൽ നോട്ട് ബി അറ്റ് ഇറ്റ്സ് ജിയോമെട്രിക് സെൻറ്റർ ഇഫ് ഇറ്റ് ഈസ്. അതായത് താഴെ പറയുന്നതിലെ ഒരു
ടൈപ്പ് ഓഫ് ജിയോമെട്രിക് സെക്ഷനിൽ അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലായിരിക്കില്ല, ജിയോമെട്രിക് സെൻറ്ററിലായിരിക്കില്ല അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ഫിഗർ ആണ് അതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഓപ്ഷൻ ബി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഓപ്ഷൻ സി സർക്കിൾ, ഓപ്ഷൻ ഡി സ്ക്വയർ. നമുക്കറിയാം സ്ക്വയറിൻ്റെയും സർക്കിളിൻ്റെയും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും ഒക്കെ ജിയോമെട്രിക് സെൻറ്റർ എവിടെയാണോ അവിടെ തന്നെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതേസമയം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എന്താണ്, അവിടെ അല്ലല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെഷൻ വിത്ത് ബേസ് ബി ആൻഡ് ഹൈറ്റ് എച്ച് അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് പാരലൽ ടു ദ ബേസ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഇവിടുത്തെ സെക്ഷൻ ഏതാണ്? ട്രയാങ്കുലർ സെക്ഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബേസും ഹൈറ്റും ബി യു എച്ചും ആണ്. അതുപോലെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയുള്ള ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചേക്കുന്നത്. എബൌട്ട് പാരലൽ ടു ദ ബേസ് ആണ്, പാരലൽ ടു ദ ബേസും ആണ്. സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ട്രയാങ്കിളിൻ്റെ എത്രയാണ്? I = BH3/36 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് BH3/36. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൽ കൂടിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് BH3/36. ഓക്കെ, പാരലൽ ടു ദ ബേസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവറി മെറ്റീരിയൽ ഒബേസ് ദ ഹൂക്സ് ലോ വിത്തിൻ ഇറ്റ്സ്. ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ്, ഓപ്ഷൻ ബി ഇലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഈ ഹൂക്സ് ലോ എന്ന് പറയുന്നത് ഒബേ ചെയ്യുന്നത് വിത്തിൻ എവിടെയാണ്? വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും അപ് ടു പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നും പറയും. പക്ഷേ ഇവിടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിത്തിൻ എന്ത് നമുക്ക് എടുക്കാൻ പറ്റും? ഇലാസ്റ്റിക് ലിമിറ്റ് എടുക്കാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രെയിൻ എനർജി ഈസ് ദ എനർജി. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെയുണ്ട്. സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ സ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? deform ചെയ്യുക അല്ലേ. സോ ഓപ്ഷൻ എ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി വെൻ സ്ട്രെയിൻഡ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. Maximum strain energy stored in a body. Energy stored in a body when strained up to breaking of a specimen. Proof resilience per unit volume of the material. അപ്പോൾ നമുക്കറിയാം ഏതൊരു മെറ്റീരിയലും നമ്മൾ സ്ട്രെച്ച് ചെയ്യുക എവിടെ വരെയാണ്? അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മൾ ഡീഫോം ചെയ്യുമ്പോൾ അവിടെ ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജീനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുക. സോ അതുകൊണ്ട് തന്നെ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുക. ഓക്കെ, മാറിപ്പോകരുത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.